ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും തന്നെ ചേർക്കാതെ നമുക്ക് പെട്ടെന്നൊരു റവ കേസരി തയ്യാറാക്കാം. എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ കാഷ്യൂവും 2 ടേബിൾ സ്പൂൺ കിസ്മിസും ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവ അതെടുത്ത്, അത് വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല, അതെടുത്തതിന് ശേഷം ആ റവ കൂടി അതിലേക്ക് ചേർത്ത് ബ്രൗൺ കളർ ആവുന്നവരേക്ക് വറക്കേണ്ട കാര്യമില്ല, എന്നാൽ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരികയും വേണം. ആ രീതിക്കൊന്ന് വറുത്തെടുക്കാം. ഈ സമയം തീ കുറച്ച് വെച്ച് 2.5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് അതിലേക്ക് ഒരു 4 ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, നമ്മൾ കളർ ചേർക്കാത്തതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം തീ കുറച്ച് വെച്ചിരിക്കണം. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൽ വെള്ളമെല്ലാം വറ്റിയിരിക്കും. അപ്പോൾ അതിലേക്ക് അതേപോലെ തന്നെ നമ്മൾ ഏത് കപ്പ് അളവിനാണോ റവ എടുത്തത് അതേ കപ്പിന് തന്നെ 1 കപ്പ് പഞ്ചസാര, മീഡിയം മധുരം ഉണ്ടാവുള്ളൂ, മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അതുകൂടിയിട്ട് ഒന്നുകൂടി നന്നായി ഒരു 3 മിനിറ്റ് നേരം കുറഞ്ഞ തീയിൽ ഇളക്കി കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ്, അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതുകൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഓരോരോ ടേബിൾ സ്പൂൺ നെയ്യ് 2-3 വട്ടമായിട്ട് അതിലേക്ക് ചേർക്കണം. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് നന്നായി വരട്ടിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ, അത്രയും ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പാകമായി വന്നിട്ടുണ്ടാവും. പിന്നീട് കേസരിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും എല്ലാം കൂടെ അതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മോൾഡ് ചെയ്യാൻ ഒരു പാത്രത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ നമുക്കത് മോൾഡ് ചെയ്യാൻ എളുപ്പം പറ്റും. അതുകൊണ്ട് ഒരു പാത്രത്തിലേക്കിട്ട് അത് നന്നായി ഒന്ന് മോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായ റവ കേസരി റെഡിയായി.